ഈ തിരക്കൂട്ടി പാക്ക് ചെയ്ത് പോകുന്നത് നമ്മൾ മറ്റെടുക്കുമല്ല, നമ്മുടെ രാജസ്ഥാനിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അങ്ങനെ കുന്നുമ്മൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വരെയുള്ള ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സുണ്ട്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണ് ഒരു എക്സ്റ്റൻഷൻ ബോർഡ്, കുറേ ഒരു അയലിട്ടൻ കയറ്, ഇവിടെ മിൽക്ക് ഷേക്ക് എടുത്തു. ഏതെങ്കിലും ഒന്ന് എടുത്തോ, എനിക്കറിയില്ല, എനിക്ക് വേണ്ട, ഇത് പാർലറിൻ്റെ വാങ്ങിച്ചോ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ആലപ്പുഴ പാസഞ്ചറായി കയറാം. അങ്ങനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പോകാനുള്ള കൊച്ചുവേളി ചണ്ഡീഗഡ് സമ്പർക്രാന്തി എക്സ്പ്രസ് വരിക. ട്രെയിൻ നമ്പർ 12217. നമ്മളതിൻ്റെ ഏകദേശം ടൈമിങ്ങും പിന്നെ അതേപോലെ തന്നെ കോച്ചിൻ്റെ പൊസിഷനൊക്കെ കണ്ടെത്തി S2 കോച്ചിലാണ് നമുക്ക് പോകാനുള്ളത്. ശേഷം നമ്മൾ അവിടെയുള്ള ഒരു ശീതീകരിച്ച വിശ്രമ മുറിയിൽ നമ്മൾ പോയിരുന്നു. ഏകദേശം 30 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരും മണിക്കൂറിന്. എന്നാലും കുഴപ്പമില്ല, അവിടെ അത്യാവശ്യം നല്ല ബാത്റൂം ഉണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നല്ലൊരു സൗകര്യമുള്ള റൂമായിരുന്നു. അപ്പം ഏകദേശം അരമണിക്കൂറോളം നമുക്ക് ട്രെയിൻ ലേറ്റാണ്. कोचुवेली चंडीगढ़ संपर्क क्रांति एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 4 पर आएगी. For the kind attention of passengers, train number 12217 कोचुवेली चंडीगढ़ संपर्क क्रांति एक्सप्रेस will arrive shortly on platform number 4. അങ്ങനെ ഏകദേശം 4:45 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വിടുകയാണ് നമ്മുടെ ഈ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിന് ആകെ 2 സ്റ്റോപ്പേ ഉള്ളൂ, ഒന്ന് കണ്ണൂരും ഒന്ന് കാസർഗോഡും. പക്ഷെ അങ്ങനെയാണെങ്കിലും പഴയങ്ങാടി എത്തിയപ്പോൾ ട്രെയിന് അല്പസമയം പിടിച്ചിട്ടു. ആ സമയമായപ്പോഴേക്കും മരുവിൻ്റെ ഒക്കെ സമയമായി. ഞങ്ങൾ നിസ്കരിക്കാനൊക്കെ റെഡിയായി. നിസ്കാരശേഷം റമിൻ്റെ പൊറ്റക്കാട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ ബിരിയാണിയും ബീഫൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ അങ്ങ് കുശാലാക്കി. അങ്ങനെ ഏകദേശം 8 മണിയായപ്പോഴേക്ക് ട്രെയിൻ മംഗലാപുരം സ്റ്റേഷനിലെത്തി. ഞങ്ങളൊന്ന് പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടെന്നിങ്ങനെ കറങ്ങി നടന്നു. നമ്മൾ 3rd AC ടിക്കറ്റിനായിരുന്നു നോക്കിയിരുന്നത്, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു. പക്ഷെ വിചാരിച്ച പോലെ തിരക്കോ മറ്റു പാസഞ്ചേഴ്സിൻ്റെ കടന്നുകയറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റി, സുഖമായിട്ട് കടന്നുറങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ 2ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മഹാരാഷ്ട്ര ജില്ലയിലെ രത്നഗിരിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ എണീറ്റ് ഫ്രഷായി നിസ്കരിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര രസമാണ് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ഇത് കൊങ്കൺ റൂട്ടാണ്. കൊങ്കൺ റൂട്ട് പൊതുവേ ഭയങ്കര സീനിക്കായിട്ടുള്ള റൂട്ടാണ്. അതിലൂടെ വിൻ്ററും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ കോടമഞ്ഞൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ മഫ്ലറും ജാക്കറ്റൊക്കെ ഇട്ട് തീ കായുന്ന കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. എന്തിനാ ആ വന്ദേ ഭാരത് പോയില്ലപ്പോ? ആ വന്ദേ ഭാരതിന് പാസ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. ഇപ്പതാവും ഇനി അവിടുന്ന് പച്ച സിഗ്നൽ വന്നാ അവിടെ ചോപ്പായി. ഇനി ഇവിടെ പച്ചയായി ഉണ്ടാവും ഇപ്പുറത്തെ സൈഡില്. ഇതിവിടെ ബാക്കിൽ വേറെ ട്രെയിൻ കൂടി വരുന്നുണ്ട്. ബാക്കിലൊരു ഗ്രാമം. സംഭവം ഈ കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്സിന് അധികം സ്റ്റേഷനുകളൊന്നും ഇല്ലെങ്കിലും മറ്റു പല ട്രെയിനുകളെയും കടത്തിവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റേഷനിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. നമുക്ക് പിന്നെ ഇതൊക്കെ ഒരു രസമായതുകൊണ്ടും ഇതെല്ലാം ആസ്വദിക്കുന്നതുകൊണ്ടും നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പല സ്റ്റേഷനുകളിലും നമ്മൾ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെയാണ് നമ്മളും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു മുഷ്പായിട്ട് തോന്നിയില്ല. റമ്യ നൂഡിൽസ്. അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ
പനവേലിൽ എത്തിയിരിക്കുകയാണ്. പനവേൽ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലൊരു മെയിൻ സ്റ്റേഷനാണ്. മുംബൈക്കുള്ള ട്രെയിനൊക്കെ കേരളത്തിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമുക്ക് കണക്ഷൻ പിടിക്കുന്ന ഒരു സ്റ്റേഷനാണ് പനവേൽ ജംഗ്ഷൻ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വലിയൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ കാര്യമായിട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങി നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഞങ്ങളങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് പനവേൽ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വസായി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. വസായി റോഡ് ഇവിടെ പനവേൽ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ്. നേരം ഏകദേശം 1 മണിയോടെ അടുത്ത്. റമ്മി ഇവിടെ ഉണ്ട്. അവൾ ഞങ്ങൾക്ക് നാളൊക്കെ താമസിക്കാനുള്ള ഉദയ്പൂരിക്കുള്ള താമസം തപ്പിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ. നമ്മുടെ യാത്രയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തെ സൂറത്ത് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ആക്ച്വലി നമ്മൾ യാത്രയുടെ പ്ലാൻ പ്രകാരം ആദ്യം ഗുജറാത്തിലേക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, അഹമ്മദാബാദിലേക്ക്. പക്ഷേ നമുക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റും അതുപോലെ തന്നെ തൽക്കാലം കിട്ടാത്തതുകൊണ്ട് നമ്മൾ സ്ലീപ്പർ എടുത്തിട്ട് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കോട്ടയിലേക്ക് മാറ്റി ഫിക്സ് ചെയ്ത് നമ്മൾ റൂട്ട് മൊത്തം മാറ്റി. രത്നവ്യാപാരികളുടെയൊക്കെ തട്ടകമായ സൂറത്ത് റെയിൽവേ സ്റ്റേഷൻ. സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും ട്രെയിനിലേക്ക് തിരിച്ചു കയറണം. ഏകദേശം 2 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. സമയം ഇപ്പം ഏകദേശം 4:20 ആയിട്ടുണ്ട്. നമ്മുടെ ട്രെയിന് അടുത്ത് ഇത് വഡോദര ജംഗ്ഷനാണ്. ഇതിപ്പോൾ സൂറത്ത് നിന്നൊക്കെ വിട്ട് ഏതൊരു സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കൊന്നുമില്ല, പേടിയാണ്. ഇതാണ് ഞങ്ങളുടെ സീറ്റ്. ഞങ്ങളെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കച്ചവടങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നർമ്മദ നദി. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് ഗുജറാത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ ചേരുന്ന ഇന്ത്യയിലെ 5ാമത്തെ വലിയ നദി. മധ്യപ്രദേശിൻ്റെയും ഗുജറാത്തിൻ്റെയും ജീവനാഡി, ലൈഫ് ലൈൻ എന്നാണ് ഈ നദി അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ 2 നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, താപ്തി നദിയും ഈ നർമ്മദ നദിയും. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ ഇതിൻ്റെ ഓരത്താണുള്ളത്. 2 ട്രെയിനിന് ഒരേ സമയം കടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള അതിബൃഹത്തായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് എന്തായാലും നർമ്മദക്ക് കുറുകെയുള്ള ഈ ഒരു റെയിൽവേ ബ്രിഡ്ജ്. ഇത് അത്യാവശ്യം ദൂരമുണ്ട്. കുറേ നേരമായി ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ദൂരം എത്രയെന്ന് കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടുമില്ല. ഏതൊരു നഗരത്തിനെയും 2 മുഖമുണ്ട് എന്ന് പറയുന്നത് പോലെ വഡോദരക്കും 2 മുഖമുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് കുടിലുകളിൽ താമസിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ദരിദ്രരായ ആൾക്കാർ. അവരുടെ മേൽക്കൂരയൊക്കെ പാറിപ്പോകാതിരിക്കാൻ അവർ ഇഷ്ടിക കൊണ്ടും ടയർ കൊണ്ടും കല്ലുകൊണ്ടൊക്കെ കനം വെച്ചിരിക്കുകയാണ്. അതിനപ്പുറത്ത് പുതിയ ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളിലും താമസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് പഴയ അപ്പാർട്ട്മെൻറ്റുകളിലും പഴയ ഫ്ലാറ്റുകളിലും താമസിക്കുന്ന കുറച്ചധികം ജനങ്ങൾ, മിഡിൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെ ബാൽക്കണികളിലാണ് അവർ തുണി വിരിച്ചിട്ടുള്ളത്. അവർ സാധാരണക്കാരായ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളായിരിക്കും. ഇതെല്ലാമാണ് ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഇതും നമ്മളും അടങ്ങുന്നതാണ് ഇന്ത്യ. വഡോദര ജംഗ്ഷനിൽ നിർത്തിയപ്പോൾ ഇറങ്ങിയതാണ്. पकोड़ा और वड़ा पाव दे दो दोनों साथ में. इसलिए അതന്നല്ലേ വടാപാവ് अल्लाह ये क्या करेगा वड़ा पाव ബൈ. അങ്ങനെ ഞങ്ങൾ വഡോദര ജംഗ്ഷനിലെത്തിയിട്ട് ഒരു പക്കോടൊക്കെ വാങ്ങി. റമ്യ പോണ്. റമ്യ ഒരു ചായ ഉണ്ടോക്ക്. चाय कितना? 10 रुपये. हाँ, कितना होना? 2 ഉണ്ട്. 2 चाय दे दो.
ഈ കാണുന്നതാണ് മുംബൈ അഹമ്മദാബാദ് റെയിൽവേ പ്രൊജക്റ്റിൻ്റെ സാധനം. ഫ്ലൈ ഓവർ ബ്രിഡ്ജാണ്. LNT ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽവേ പ്രൊജക്റ്റ്. മെട്രോ അല്ല, ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആണ് ഈ പ്രൊജക്റ്റ്. ഞാനിങ്ങനെ രത്ലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റുകളൊക്കെ നല്ല കോടമഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. രത്ലം ജംഗ്ഷൻ നല്ല ചൂട് പറക്കണം, എന്തൊക്കെയോ സംഭവം ഉണ്ട് ഇവിടെ. നല്ല കച്ചവടമാണ്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഇവിടെ ഉള്ളത്. നല്ല തണുപ്പാണ്. ഞാനാണെങ്കിൽ വെറും ടീഷർട്ടുമേലാണ്, കാര്യമായിട്ടൊന്നുമില്ല. നല്ല രസമുണ്ട്. ഈ തണുപ്പൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ ട്രെയിനിൽ ഇറങ്ങി വരുന്നുണ്ട്. ആലു പൊറാട്ട തരും. ആലു പൊറാട്ട ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ രത്ലം സ്റ്റേഷൻ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫ്ലാഗ് പകുതി താഴ്ത്തി കെട്ടിയിട്ടുണ്ട്, മിക്കവാറും മൻമോഹൻ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടേക്കാരം. ഇവിടെ നമ്മളൊരു ആലും പൊറാട്ടയും വാങ്ങിയിട്ടുണ്ട്. ചായ ഇട്ടാണെങ്കിൽ വാങ്ങാം. ഇത് മതി. എങ്ങനെ ഉണ്ടാവോ കഴിച്ചു നോക്കട്ടെ. ചൂടില്ലട്ടാ. കുഴപ്പമില്ല, ഒന്ന് കലക്കി കുടിക്കാം. ഫുഡ് കഴിച്ച് ഞങ്ങളൊന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും കോട്ട ജംഗ്ഷൻ, ഞങ്ങൾക്ക് ഇറങ്ങേണ്ട കോട്ട ജംഗ്ഷൻ എത്താനായി. അപ്പോഴേക്കും ഞങ്ങൾ ജാക്കറ്റും മങ്കി ക്യാപ്പും ഗ്ലൗസൊക്കെ എടുത്തിട്ട് ഫുൾ തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് റെഡിയായി നിന്നു. ഏകദേശം 16-17 ഇപ്പോഴത്തെ വെതർ കാണിക്കുന്നത്. കോട്ട ജംഗ്ഷനിൽ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കൊന്ന് ടോയ്ലറ്റ് പോകാനും ഒന്ന് ഫ്രഷ് ആവാനും ഞങ്ങൾ അവിടെയുള്ള ഡോർമെട്രി അതുപോലെ തന്നെ റെസ്റ്റ് റൂം തേടിപ്പോയി. പക്ഷെ അതവിടെ ക്ലോസ്ഡ് ആയിരുന്നു. ഏതായാലും ഞങ്ങൾക്ക് അടുത്ത ടിക്കറ്റ് AC ടിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള അപ്പർ ക്ലാസ് റെസ്റ്റിംഗ് റൂമിൽ പോയിരുന്ന് വിശ്രമിച്ചു. നമുക്കവിടെ പേരും ഡീറ്റെയിൽസും PNR നമ്പർ എഴുതി കൊടുത്താൽ മതി, ഫ്രീ ആണ്. അപ്പോൾ നമുക്കവിടെ പോയിട്ട് ബാത്റൂമിൽ പോകാം, മൊബൈൽ ചാർജ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പോയിരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഒരുപാട് പേര് അവിടെ റെസ്റ്റ് എടുക്കണവരുണ്ട്, കിടന്നുറങ്ങണവരുണ്ട്, സംസാരിക്കുന്നവരുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഈ വെയിറ്റിംഗ് റൂമിൻ്റെ കെയർ ടേക്കർ. ഇവിടെ ഡിസ്പ്ലേ സംവിധാനമൊക്കെ ഉണ്ട്, ട്രെയിൻ വരുന്നതും പോകുന്നതൊക്കെ അറിയാൻ. ഇപ്പോൾ ഞങ്ങൾ കോട്ട ജംഗ്ഷനിലാണുള്ളത്. ഇനി എന്താണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ആണ് ഞങ്ങൾക്ക് അടുത്ത ട്രെയിൻ വരാനുള്ളത്. അത് ഇത് കയറി പോകണം. ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് പോകണം, അപ്പുറത്ത് കിടക്കണം. പിന്നെ നമ്മൾ ഏകദേശം എന്താ പറയുക 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ബാക്കിൽ നിന്ന സന്ദർഭം ഉണ്ടായിന്. പക്ഷെ അതൊക്കെ നമ്മളെ ലോക്കോ പൈലറ്റ് ഓടിയെടുത്തു. ഇനി ഏതായാലും 12:50 അടുത്ത ട്രെയിന് ഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ എന്താ പറയുക 12:50 ഷെഡ്യൂൾ ചെയ്ത ട്രെയിന് ഓൺ ടൈമാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ടൈം എത്ര അടി? 12:24 ഇപ്പോൾ ടൈം കാണിക്കണത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിവിടെ ഒന്ന് ഇങ്ങനെ കറങ്ങി കാണാമെന്ന് വിചാരിക്കണം. ഇതാണ് ഇവിടേക്കുള്ള പുറത്തേക്കുള്ള വഴി. ഇവിടെയൊക്കെ ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. ഇതാണ് കോട്ട ജംഗ്ഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടറിലാണ് ഇത് വരിക. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ എസ്കലേറ്ററൊക്കെ ഉണ്ട്. നമ്മളെ റെമി മാഡം റെഡിയാണ് അടുത്ത ട്രിപ്പിനായിട്ട്. ഞങ്ങൾ ഇവിടെ 2 ചായ വാങ്ങുകയാണ്. നല്ല തണുപ്പല്ലേ, 2 ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ട് ഉദയ്പൂർക്ക്. ഇതെനിക്ക് തോന്നുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റൊക്കെയുള്ള സെക്കൻഡ് ക്ലാസ് കണ്ടില്ലേ. സെക്കൻഡ് ക്ലാസ്സിൽ പൂര തിരക്കാണ്. പൂര തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. വാ, അങ്ങനെ നമ്മൾ ട്രെയിൻ കണ്ടുപിടിച്ചു, കോച്ചും കണ്ടുപിടിച്ചു. സീറ്റ് പോയി നോക്കുമ്പോൾ 2 സീറ്റിലും 2 ആൾക്കാരുണ്ട്. വേറെ ആൾക്കാർ ഇരിക്കണ്ടല്ലേ. ഒരു ലോവർ ബെർത്തും
ഒരു സൈഡ് അപ്പർ പുറത്തുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഇത് ഇവിടെ കിടക്കണം സൈഡ് അപ്പറിലാ, ഞാൻ സൈഡ് അപ്പിൽ വെക്കാം. എന്നാൽ ഞാൻ ലോവറിൽ. AC ആയതുകൊണ്ട് പിന്നെ നല്ല ഉള്ളിൽ നല്ല വാമാണ്. അവിടെ ചൂടാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് ഡൽഹി നിസാമുദ്ദീനിൽ നിന്നും ഉദയ്പൂർ പോകുന്ന ട്രെയിനാണ്, മേവാർ ട്രെയിന്. മേവാർ എക്സ്പ്രസ് ട്രെയിൻ അപ്പുറത്തുണ്ട്. ഉദയ്പൂർന്നും ഇതിൽ പോണല്ലേ. ഞങ്ങൾക്ക് ഇതാ ഈ കോച്ചലടി ഏതാണ് ഇത്? B4 B5 ആണ്. ഈ B5ലാണ് നമ്മളുടെ 52 52 56. അപ്പം സൈഡ് അപ്പറും സൈഡ് ലോവറും. സൈഡ് ലോവറല്ല, നോർമൽ. അപ്പം റമി ഭയങ്കര ത്രില്ഡാണ്, ഭയങ്കര നല്ല രസമുണ്ട് ഉള്ളിലിട്ട്. നല്ല വാമും നല്ല വാമാണ്, നല്ല ഡാർക്കാണ്. മറ്റേത് പോലെ മീൻസ് മറ്റേത് ഇങ്ങനെ ഇതുമില്ല, അലമ്പൂല്ല, നല്ല പീസ്ഫുൾ ആണ്. ഇപ്പൊ ഏകദേശം ടൈം 12:41. അവിടെ ഒരു ക്ലോക്കിൽ കാണുന്നുണ്ട് എനിക്ക്. 12:50 ഈ ട്രെയിൻ എടുക്കുക. ഇത് ആക്ച്വലി 12:30 വന്നിട്ട് 12:50. 20 മിനിറ്റ് വെയിറ്റിംഗ് ഈ കോട്ട സ്റ്റേഷനിൽ ഉണ്ട് ഈ ട്രെയിനിന്. അപ്പോൾ അത് 20 മിനിറ്റ് നല്ല ജനറൽ ഭാഗത്തോട്ട് പോയി നോക്കുമ്പോൾ സ്ലീപ്പറും ജനറലും നല്ല തിരക്കുണ്ട്. ആൾക്കാർ കയറുന്നുണ്ട്, നന്നായിട്ട് ആൾക്കാർ കയറുന്നുണ്ട്. ഉദയ്പൂരിലേക്കുള്ള തിരക്കായിരിക്കും. ഉദയ്പൂർക്കുള്ള തിരക്കാണ്. ഉദയ്പൂർ ചിറ്റോർഗ ഫോർട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഉദയ്പൂർ എത്തുന്നത്. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പത്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. നല്ല ക്ലൈമറ്റാണ്.